ഹലോ എവ്രി വൺ, കേരളി മം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 6 മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ, അതായത് അവരുടെ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആരംഭിക്കുമ്പോൾ കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട വെയ്റ്റ് ഗെയിനിങ് കുറുക്ക് റെസിപ്പികളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള റാഗി കുറുക്കാണ്. നമുക്ക് റാഗി 2 രീതിയിൽ കുറുക്ക് തയ്യാറാക്കാൻ പറ്റും. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം രാത്രി റാഗി നല്ലപോലെ കുതിർത്തി പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ പാലെടുത്തിട്ട് നമ്മൾ ശർക്കര നീരോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സോ ചേർത്ത് അരച്ച് കുറുക്കി കൊടുക്കാവുന്നതാണ്. അത് ആദ്യത്തെ ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് റാഗി നല്ലപോലെ കഴുകി നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് നമുക്ക് പൊടിയായിട്ട് ആ പൊടി ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാകും. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പോഷകങ്ങളും അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. 6 മാസം തികഞ്ഞ് 7-ാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. അഥവാ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് മുലപ്പാൽ കുറവുള്ള അമ്മമാരുണ്ട്, അതുപോലെ തന്നെ അമ്മമാർക്ക് ജോലിക്ക് പോകേണ്ടത് 6 മാസം കഴിയുമ്പോൾ തന്നെ ജോലിക്ക് കയറേണ്ട അമ്മമാരുണ്ടാവാം. അതല്ല വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു പീഡിയാട്രിക് ഡോക്ടറിനെ നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. അതല്ലാത്ത പക്ഷം ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 2 രീതിയിൽ റാഗി കുറുക്ക് തയ്യാറാക്കുന്ന വിധം ഞാൻ ആദ്യം സൂചിപ്പിച്ച്. ഒന്ന്, നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് റാഗി അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി അതൊന്ന് റോസ്റ്റ് ചെയ്ത് അത് പൗഡർ രൂപത്തിലെടുത്ത് കുറുക്കി കൊടുക്കുന്നതും. ഇതിൽ ഏറ്റവും കൂടുതൽ പോഷകമൂല്യങ്ങൾ കിട്ടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും റാഗി പൊടിയായിട്ട് കുറുക്കി കൊടുക്കുന്നതാണെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആദ്യത്തെ മെത്തേഡ്, അതായത് റാഗി പാല് പിഴിഞ്ഞ് കുറുക്കി കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന പകുതിയിലധികം പോഷകമൂല്യങ്ങൾ റാഗിയിൽ തൊണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ കുറുക്ക്, അതായത് പാല് പിഴിഞ്ഞ് കുറുക്ക് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റാഗിയുടെ തൊണ്ട് വരുന്ന ഭാഗം, അതായത് വേസ്റ്റ് നമ്മൾ അരിച്ച് കളയുകയാണല്ലോ. അപ്പോൾ പകുതിയും പോഷകമൂല്യങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ഹോളായിട്ടുള്ള റാഗി കഴുകി ഉണക്കി പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത്. ഞാൻ എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് അവൻ 6 മാസം തികഞ്ഞ് 7-ാം മാസത്തിലാണ് ഞാൻ അവന് ഫുഡ് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച ഞാൻ ഇതുപോലെ പാലാക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നീടാണ് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത്, അതായത് ഞാൻ കാണിക്കുന്ന പീഡിയാട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് റാഗി എപ്പോഴും കഴുകി ഉണക്കി പൊടിയെടുത്ത് കുറുക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞിട്ട് 3-ാമത്തെ ആഴ്ച തുടങ്ങിയിട്ട് ഞാൻ ഇതുപോലെ റാഗി കഴുകി ഉണക്കി പൊടിച്ചാണ് കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി അത് ചെയ്തേക്കണ വീഡിയോ, റാഗി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് അത് കുറുക്കാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ റാഗി കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് ചാനലിട്ടിട്ടുണ്ട്. അതായത് റാഗിയുടെ പോഷകമൂല്യങ്ങളും അതുപോലെ തന്നെ റാഗി കൊടുക്കേണ്ട രീതിയും എല്ലാവരും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ വയറിന് എന്തെങ്കിലും വേദന വരുമോ, അല്ലെങ്കിൽ അവർക്ക് മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ, അല്ലെങ്കിൽ അവർക്ക് ദഹനം നല്ലപോലെ നടക്കുമെന്നെല്ലാം ഓർത്ത് നമ്മൾ വറീഡായിരിക്കും. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാനായിരിക്കും മിക്ക അമ്മമാരും ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഞാൻ അരച്ചെടുത്ത റാഗി പാലിൽ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ സത്താണ്. ഈന്തപ്പഴം നമുക്ക് നല്ലപോലെ കഴുകി അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് നല്ലപോലെ വേവിച്ച്, കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് അത് ഉടച്ച് അതിൻ്റെ നീരെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് പനങ്കൽക്കണ്ടമായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ചക്കരയോ ആയിട്ട് കൊടുക്കാം. അതല്ല തന്നെ നമുക്ക് ഈന്തപ്പഴമായിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ നീരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 1/2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ല നമുക്ക് ഹോൾ ഈന്തപ്പഴമായിട്ട് വേണമെങ്കിൽ കുറച്ചൊരു 1 മണിക്കൂർ മുമ്പ് ഈന്തപ്പഴം ഈ ചെറിയ ചൂടുള്ളതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത് കുതിർന്ന് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഈ റാഗി കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് റാഗിയോട് കൂടി ചേർത്ത് അടിച്ച് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ റാഗി കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സ്പൂൺ എടുക്കരുത്. കുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാണ്ടിരിക്കണമെങ്കിൽ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് വറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന പാകമാകുമ്പോൾ മാത്രമാണ് നമ്മൾ സ്പൂൺ അതിൽ നിന്ന് മാറ്റേണ്ടേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പരമാവധി രാവിലെ തന്നെ കൊടുക്കാൻ നോക്കുക. ഇനീഷ്യൽ ഡേയ്സിൽ 1-2 സ്പൂൺ കൊടുത്ത് നോക്കിയിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം കൂടുതൽ ക്വാണ്ടിറ്റി കൊടുത്തു തുടങ്ങാം. ഇനി നമുക്ക് റെസിപ്പി നമ്പർ 2 പോവാം. അതായത് നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്കിയത്, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും നമ്മൾ. ഇതും ട്രഡീഷണലായിട്ട് നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു കുറുക്ക് റെസിപ്പി തന്നെയാണ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം റാഗിയുടെ പാലെടുത്ത് കുറുക്കിയാണ് അല്ലെങ്കിൽ റാഗിപ്പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു കുറുക്കിലേക്ക് പോകും. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ കണ്ണങ്കായ അല്ലെങ്കിൽ കുന്നങ്കായ എന്നൊക്കെ പറയുന്ന കായപ്പൊടിയുടെ കുറുക്കുണ്ടാക്കി കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ്, അതായത് നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ നുറുക്കെടുത്ത് അതിൻ്റെ പാലെടുത്ത് കാച്ചി കൊടുക്കുന്ന ഒരു കുറുക്ക്. വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു കുറുക്ക് റെസിപ്പിയാണിത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെയും നമ്മൾ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് നുറുക്ക് ഗോതമ്പ്, അതായത് നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ കൈ കൊണ്ട് പിഴിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചോ നമുക്ക് അതിൻ്റെ നീരെടുത്തിട്ട് മധുരത്തിന് വേണ്ടി നമ്മളിപ്പോൾ ശർക്കരയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടയോ അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന എന്താണോ നമ്മൾ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന, ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ സത്താവോ നമ്മൾ ചേർത്ത് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു റെസിപ്പി. ഞാൻ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, അത് ഞാൻ ഇവിടെയും ആവർത്തിച്ച് പറയുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിപ്പോൾ ഏതൊരു വീഡിയോ ആണ് എൻ്റെ കാണുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മോണോ സിറിയൽസ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ധാന്യത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ഒരാഴ്ച റാഗിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ ആഴ്ച നമുക്ക് സൂചി ഗോതമ്പോ അല്ലെങ്കിൽ കണ്ണൻകായോ കുറുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ പ്യൂരീസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ 2 ആഴ്ച നമ്മൾ മാക്സിമം മോണോ സിറിയൽസിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വെജിറ്റബിൾ പ്യൂരീസോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്യൂരീസൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം 6 മാസം തികഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നോർമലി സ്റ്റാർട്ടിങ് ഫുഡ് കൊടുത്തു തുടങ്ങുമെന്നറിയാം. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ഒരു പീഡിയാട്രിക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങാം. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാ കുഞ്ഞുങ്ങളുടെയും ദഹന വ്യവസ്ഥ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലായിരിക്കാം ദഹന പ്രക്രിയ നടക്കുന്നത്, ചില കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ദഹനം നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 2 റെസിപ്പിയും ഞാൻ എൻ്റെ മോന് ആദ്യത്തെ 7 മാസം, ഞാൻ 7 മാസത്തിലാണ് ഫുഡ് തുടങ്ങിയത്. അവന് 7 മാസത്തിൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. പാല് പിഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. കണ്ണൻകായ മാത്രമാണ് നല്ലപോലെ അരിഞ്ഞുണക്കി അതിൻ്റെ പൊടിയായിട്ട് പൊടിച്ച് കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പരമാവധി രാവിലെ സമയം നോക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഭക്ഷണം കൊടുക്കുകയാണല്ലോ, മുലപ്പാൽ കഴിഞ്ഞതിന് ശേഷം അവർ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വയറിന് പിടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വയറ്റിൽ നിന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറുവേദന എടുക്കുന്ന സമയത്തൊക്കെ അവർ നല്ലപോലെ നിർത്താണ്ട് കരയും. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബാലൻസ് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തു തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ദഹന വ്യവസ്ഥ പല വ്യത്യസ്ത രീതിയിലാണ്. അതുപോലെ തന്നെ
1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ ഭക്ഷണത്തിൽ ഒരിക്കലും ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്യാൻ പാടില്ല. അത് 1 വയസ്സിന് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. പകരം നമുക്ക് പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ സത്തോ അല്ലെങ്കിൽ നമുക്ക് പനഞ്ചക്കരയോ ചേർത്ത് മധുരത്തിനായിട്ട് കൊടുക്കാം. പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ പനഞ്ചക്കരയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് പനങ്കൽക്കണ്ടമാണെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് വേണം നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട്. ഉരുക്കി അതിൽ ചില പനങ്കൽക്കണ്ടത്തിലൊക്കെ അഴുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അഴുക്കൊന്നും കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് നല്ലപോലെ പനങ്കൽക്കണ്ടം ഉരുക്കിയിട്ട് അത് അരിച്ച് അതിൻ്റെ സിറപ്പായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് നമുക്ക് ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് മധുരത്തിന് വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് ഈന്തപ്പഴമാണ്. അതായത് ഈന്തപ്പഴത്തിൻ്റെ സത്തായിട്ട് ഉപയോഗിക്കാം. അതിലും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് ഈന്തപ്പഴം സോക്ക് ചെയ്തെടുത്തിട്ട് അതായത് കുറുക്കുണ്ടാക്കണതിന് 1 മണിക്കൂർ മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തൊണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുറുക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ച് ചേർത്ത് മധുരത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പനങ്കൽക്കണ്ടും അതുപോലെ തന്നെ ശർക്കരയൊക്കെ യൂസ് വളരെ കുറവാണ്. 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഈന്തപ്പഴം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡ് റെസിപ്പീസ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ബേബി കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂസുമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കണേ. വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിലേക്കും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് 6 മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ കൊടുത്തു വന്നിരുന്ന, അതായത് നമ്മുടെ അമ്മമാരായിട്ട് ചെയ്തു വന്നിരുന്ന 2 ട്രഡീഷണൽ റാഗി കുറുക്ക് റെസിപ്പിയും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ, അതായത് സൂചി ഗോതമ്പിൻ്റെ കുറുക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.